ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ മേയറായിട്ടുള്ള വർഗീസ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ KSEB മിനിസ്റ്ററായിട്ടുള്ള കൃഷ്ണൻകുട്ടി, KB ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റിൻ. അപ്പോൾ ഇത്രയും പേരെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. ഇതിൽ ആദ്യത്തെ ആള് എന്ന് പറയുന്നത് വർഗീസ്, തൃശ്ശൂരിൻ്റെ മേയറായിട്ടുള്ള വർഗീസ്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ട് 8 വർഷമായിട്ട് കല്യാൺ സൂപ്പർ 99ൻ്റെ മുന്നിൽ വാട്ടർ ലീക്കേജ് ഉണ്ട്. അത് 4 മാസമായിട്ട് നമ്മൾ 1916 വിളിച്ചിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പണിയും എടുക്കാതെ അവിടെ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് അത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം മൊത്തം മലിനമായിരിക്കുകയാണ്, പുഴുക്കളാണ്. ജനങ്ങൾക്ക് കൊടുക്കുന്ന വാട്ടർ സപ്ലൈ വെള്ളം പോലും മലിനമാവുന്ന രീതിയിൽ ലീക്കേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 8 വർഷമായിട്ടുള്ള ലീക്കേജാണ്. ഇതിനുശേഷം നമ്മൾ അത് നിരന്തരമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അവർ അത് ഓപ്പൺ ചെയ്തു വെച്ചു. അതിൽ ഇത് സോൾവ് ആയിട്ടില്ല, ഇത് സോൾവ് ആണെന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്ലീസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ആ കംപ്ലൈൻറ്റ് പെൻഡിങ് ആണ്. നമ്മുടെ മേയറിൻ്റെ കീഴെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കീഴെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള ഓഡിഷനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സെക്ഷനോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. അടുത്തത് KB ഗണേഷ് കുമാറിനെ കുറിച്ചിട്ടും മുഹമ്മദ് റിയാസിനെ കുറിച്ചിട്ടും ഒരേപോലെ പറയേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ പബ്ലിക് സർവീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വളരെ ഡാമേജ് ആയിട്ട് കിടക്കുകയാണ്. ഇവർ നേരിട്ട് ഇറങ്ങി വർക്ക് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇവരുടെ മാനേജ്മെൻറ്റ് സെക്ഷനും കോർഡിനേഷൻ സെക്ഷനും പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ KSRTC ഇതുപോലെയുള്ള അവ്യക്തമായിട്ടുള്ള നമ്പർ പ്ലേറ്റുകളും അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ് ഇല്ലാതെ സ്പീഡ് വയലേഷൻ്റെ ഭാഗമായിട്ട് നിരത്തുകളിൽ ഓടുന്ന KSRTC ബസ്സുകളും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പ്രോപ്പർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മിനിസ്റ്റർ പ്രോപ്പറായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യണം. ഇവിടുത്തെ പബ്ലിക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് റിയാസും അതേപോലെ തന്നെ KB ഗണേഷും സംയുക്ത ഭരണസമിതിയുമായി ചേർന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇവിടുത്തെ റോഡുകൾ പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ് പ്രൊവൈഡ് ചെയ്യണം. റോഡുകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ് ഇല്ലാതെ ജനങ്ങളുടെ വണ്ടികൾക്ക് ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഫൈൻ ഈടാക്കുമ്പോൾ ആ പ്രോപ്പർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള റോഡുകൾ ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ എത്രത്തോളം അപകടകരമാണത്? ജനങ്ങൾ എത്രത്തോളം ചൂഷണത്തിന് വിധേയമാവുന്നു? മുഹമ്മദ് റിയാസ് ആണെങ്കിലും KB ഗണേഷ് കുമാർ ആണെങ്കിലും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ജനപ്രതിനിധികളാണ്. ഇവർക്ക് ജനങ്ങളുടെ മുകളിൽ അധികാരമല്ല ഉള്ളത്. അത് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാവുകയും ജനങ്ങൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. KSRTCയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ കാണാം. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ പറയുന്ന കൃഷ്ണൻകുട്ടി, KSEBയുടെ മിനിസ്റ്റർ ആയിട്ടുള്ള കൃഷ്ണൻകുട്ടി, ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വൈദ്യുത ബില്ല് കൂട്ടാനായിട്ട് റെഗുലേറ്റർ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുത ബില്ല് കൂട്ടാനായിട്ട് റെഗുലേറ്ററി കമ്മിറ്റി ഇത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനായിട്ടാണ് ഇവിടെ വൈദ്യുത ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്, അല്ലാതെ അവരുടെ ജീവിതം ദുസ്സഹമാക്കാനല്ല. വൈകിട്ടത്തെ ഈ ബില്ല് കൂട്ടുന്നതിന് പകരം കാലത്തുള്ള വൈദ്യുതി പരമാവധി സേവ് ചെയ്ത് രാത്രി സപ്ലൈ ചെയ്യുക, ജനജീവിതം സുഗമമാക്കാനാണ് റെഗുലേറ്റിംഗ് കമ്മിറ്റി പറഞ്ഞത്. അവിടെ വരുമ്പോൾ മിനിസ്റ്റർ എത്രത്തോളം ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നുണ്ട്? ഇല്ല. നമ്മൾ ജനപ്രതിനിധികളെ ഇനിയെങ്കിലും തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ കഴിയുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ജയിപ്പിക്കാൻ കഴിയുള്ളൂ. ഇവർക്ക് പണി അറിയാം എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന മിനിസ്റ്റേഴ്സിനെ വിജയിപ്പിക്കാൻ പാടുകയുള്ളൂ. റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളുടെ 1916 എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്ററായിട്ട് വരുന്ന റോഷി അഗസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമ്മളൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും നാളുകളായിട്ട് ഒരു റെസ്പോൺസും ഇല്ലാതെ ഇങ്ങനെ കെടുക്കുമ്പോൾ നമ്മളുടെ മിനിസ്റ്റേഴ്സൊക്കെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ നമ്മൾ വിജയിപ്പിച്ച് വിട്ടിട്ടുള്ളത്? അവർക്ക് അവരുടെ പണി അറിയില്ലെങ്കിൽ നിർത്തിപ്പോ, പണി അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള കോർഡിനേഷൻ സെക്ഷൻ, മാനേജ്മെന്റ് സെക്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഒരു വട്ടം പോലും നമുക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാത്ത മിനിസ്റ്റേഴ്സിനെ ഒരു വട്ടം പോലും വിജയിപ്പിക്കരുത്. UDF LDF മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? BJP സെൻട്രൽ ഗവൺമെന്റിലുണ്ടോ? ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇവരുടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിംഗ് സെക്ഷൻ കേരളത്തിലും പ്രോപ്പറല്ല, സെൻട്രൽ ഗവൺമെന്റിലും പ്രോപ്പറല്ല. ജനജീവിതം ഓരോ ദിവസമാവും തോറും ജനത്തിന്റെ ജീവിത ചെലവ് വർദ്ധിക്കുകയാണോ? ഈ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് ഏത് രീതിയിലാണോ? ഇവിടെ പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫണ്ട് വാങ്ങുന്നു, അത് വീണ്ടും വീണ്ടും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു.
ജനങ്ങളുടെ ഒക്കെ ടാക്സ് വർദ്ധിപ്പിക്കുന്നു. അതുമൂലം ജനങ്ങൾ വാങ്ങുന്ന ചെറിയ പ്രൊഡക്റ്റിനടക്കം വില വർദ്ധിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾ ബോധവാന്മാരാവുക. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മളൊരു മിനിസ്റ്ററെ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ പണി അറിയാവുന്നവനെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവനെ നമ്മൾ വിജയിപ്പിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ.